ഡോക്ടർ മോഹൻ റോയ് ഇത് ഏതെങ്കിലും തരത്തിൽ ദുർബല നിമിഷത്തിൽ സംഭവിച്ചത് ഓൾ ഓഫ് ഓൺ എ ഫൈൻ ഡേ ബാങ്കിന് മുന്നിലൂടെ പോയപ്പോഴേക്കും ദ ബാങ്ക് എന്നാൽ കയറി കുറച്ച് പൈസ എടുത്തേക്കാം എന്ന് കരുതിയതല്ല. ഇയാൾ കൃത്യമായ പ്ലാനിങ് നടത്തുന്നുണ്ട്. ഇയാൾ അതിനു മുമ്പ് പള്ളിപ്പെരുന്നാളിന് പോയി ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കുന്ന വഴിയിൽ അവിടെയുള്ള ഒരു ബൈക്കിൻ്റെ നമ്പർ നോട്ട് ചെയ്തുകൊണ്ടു. അതിൽ വ്യാജ നമ്പർ പ്ലേറ്റ് അടിച്ച് ഇയാൾ സ്കൂട്ടറിൽ ഒട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ പ്ലാനിങ് നടത്തും. ഇതെന്തായാലും ഇയാൾക്കറിയാം. ഇയാൾ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ അത്യാവശ്യം നല്ല ജോലി ചെയ്തിരുന്ന ലോകം കണ്ടിട്ടുള്ള ഒരാളാണ്. ഇയാൾക്ക് എന്തായാലും അറിയാം ഇയാൾ ചെയ്യാൻ പോകുന്ന കൃത്യം ഒരു ബാങ്ക് മോഷണമാണ്. അതൊരു വലിയ കുറ്റകൃത്യമാണ്. ഡോക്ടർ മോഹൻ റോയ് ഇയാൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 36 മണിക്കൂർ ഇനി 36 ദിവസം കഴിഞ്ഞാലും ഇതിൽ പിടിക്കപ്പെടും എന്ന കാര്യം അയാൾക്ക് ഉറപ്പായും അറിയാം. എന്നിട്ടും ഇതങ്ങ് ചെയ്തു കളയാം എന്ന് തോന്നുന്ന ഒരു കുറ്റവാളി സൈക്കോളജി എന്താണ് ഡോക്ടർ മോഹൻ റോയ്? കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള മോഷണം നടത്തുന്ന ചില ആൾക്കാരെ നമ്മൾ പ്രത്യേക രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അവസരം കാത്തിരിക്കുന്നവർ. അതായത് ഇവർ പെട്ടെന്ന് നമ്മൾ റോഡിലൂടെ നടന്നു പോവുകയാണ്, നമ്മളൊരു കാറിൻ്റെ അടുത്ത് നിൽക്കുന്നു, ഈ കാർ ഉടമസ്ഥൻ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്, കാർ പൂട്ടിയിട്ടില്ല, അകത്ത് നോക്കുമ്പോൾ ഒരു ലാപ്ടോപ്പോ പണമോ ഒക്കെ ഇരിക്കുന്നു, അപ്പോൾ അത് പെട്ടെന്ന് പോയി എടുക്കാം. അത്തരത്തിലുള്ള ഓപ്പർച്യൂണിസ്റ്റിക് അവസരവാദികൾ എന്നാണ് ഇവരെ പറയുന്നത്. രണ്ട്, ഈ നിരാശ കൊണ്ട് മോഷണം നടത്തുന്നത്. നിരാശ കൊണ്ട് മോഷണം നടത്തുന്നത് എന്ന് പറയുമ്പം പല കാരണങ്ങൾ കൊണ്ട്, അത് സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റോ ഒക്കെ വന്നതിന് ശേഷം അവർക്ക് ഇത്തരത്തിൽ ഒരു മോഷണം നടത്തി പണം എടുത്താൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിരാശയിൽ നിന്നും ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നവർ. രണ്ട്, പ്രൊഫഷണലായി ഇത്തരത്തിൽ മോഷണം നടത്തുന്നവർ. അതറിയാം നമുക്ക്, പല കൃത്യമായ ആസൂത്രണത്തോടു കൂടി പ്ലാനിങ്ങോടു കൂടി കാര്യങ്ങളെല്ലാം നോക്കി കണ്ടുവച്ച് വഴിയുമൊക്കെ കണ്ടുപിടിച്ച് CCTV ക്യാമറ ഇല്ലാത്ത ഒഴിവാക്കി. കാലത്താണെങ്കിൽ CCTV ക്യാമറ, പണ്ട് കാലത്താണെങ്കിൽ പല രീതിയിലും ഒരു ഏകദേശം നമ്മുടെ ഈ ടൈറ്റിൽ പറയുന്ന റോബിൻഹുഡ് മാതൃകയിലുള്ള പ്രൊഫഷണൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ ഒരു ഉത്തേജനം, ഒരു ത്രിൽ സീക്കിങ് ആൾക്കാരെന്ന് പറയും. ഇതിൽ നിന്ന് ഈ മറ്റുള്ളവരെയൊക്കെ കബളിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് അറിയുമ്പോഴും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ചുള്ള വാർത്തയൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് തന്നെ കണ്ട് ആസ്വദിച്ച് തങ്ങൾക്കിത് സാധിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. പിന്നെ ഒരു പ്രതികാരത്തിന് വേണ്ടി ചെയ്ത്, നമ്മുടെ ഏകദേശമൊക്കെ പറഞ്ഞാൽ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി ശൈലിയിലൊക്കെ പ്രതികാരത്തിന് വേണ്ടി ഇത്തരം മോഷണം ഇതൊക്കെ നടത്തുന്നവർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന് രണ്ട് ഘടകങ്ങൾ, നമ്മൾ ഈ സൂചിപ്പിച്ചാൽ രണ്ട് ഘടകങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. ഒന്ന്, ഇദ്ദേഹം ഒരു നിരാശയിൽ നിന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അതാണ്. ഇദ്ദേഹത്തിന് മദ്യപാനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കടമൊക്കെ ഉണ്ടായിരുന്നു, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്ത പണവുമൊക്കെ ധൂർത്തടിച്ചു എന്നൊക്കെയാണ് പോലീസിൻ്റെ ഒരു വെർഷൻ പുറത്തു വരുന്നത്. അതും ഈ പറയുന്ന ഒരു പ്രൊഫഷണൽസ് രീതിയും. ഈ പ്രൊഫഷണൽ രീതി എങ്ങനെ വന്നു എന്നത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ഈ കാലത്തുള്ള മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ പങ്ക്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ച, എനിക്ക് തോന്നുന്നില്ല ഒരു നമ്മുടെ ജനറേഷൻ വൈയും ഒക്കെ ഇത് ചർച്ചകൾ സെഡും ഒക്കെ ഈ ചർച്ച കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവരെ വെറുതെ നമ്മൾ വഴിതെറ്റിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം യൂട്യൂബിൽ നിങ്ങൾ ഒരു ആയുധം ഉണ്ടാക്കുന്നത് വരെ എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ വീഡിയോ വഴി എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ധാരാളം സൈറ്റുകളുണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അപ്പോൾ ഇക്കാലത്ത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് ഒരു സാധാരണ, പണ്ടാണെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അതിന് ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലിരുന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ഈ സാധനമൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് ഇത്തരം ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് സ്വന്തം സ്കില്ലൊന്ന് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഈ പ്രിപ്പറേഷനും ബാക്കിയും ഒക്കെ നടത്തിയിരുന്നത്. അദ്ദേഹം ആ ഗ്ലൗസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ അവിടെയും നമ്മൾ ഈ പറയുന്നത് പോലെ എത്ര പ്രൊഫഷണൽ, ഉപ്പോളം ആവില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെ എത്രയധികം അങ്ങ് പ്രൊഫഷണൽ ആവാൻ ശ്രമിച്ചാലും ഒരു പൂർണ്ണമായ പ്രൊഫഷണൽ ആവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ ATM കവർ ചെയ്ത പ്രൊഫഷണൽസ് പിടിയിലായ കാര്യമൊക്കെ ഇയാൾക്ക് എന്തായാലും ഇപ്പോൾ ഇയാളൊരു കവർച്ച ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ മുൻപിന്നുള്ള അനുഭവങ്ങളൊക്കെ ഇയാൾ നോക്കുമായിരിക്കുമല്ലോ എന്തായാലും ഇത്ര റിസർച്ച് നടത്തുന്ന ആൾ. ശ്രീ മോഹൻ റോയ് നോക്കൂ, ഇയാൾക്ക് 2 മക്കളാണ്. അയാളുടെ ഭാവി എന്താണ് എന്ന് അയാൾ ആലോചിക്കുന്നില്ല. ഉറപ്പായും പിടിക്കപ്പെടും എന്നുറപ്പായും അറിയാവുന്ന, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ആലോചിച്ചാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ കുറ്റകൃത്യത്തിലേക്ക് അയാൾ ഭയമേതുമില്ലാതെ കടന്നു ചെല്ലുകയാണ്. ആ കവർച്ച നടത്തിയതിന് ശേഷം ഞാൻ പിടികൂടപ്പെടുകയില്ല എന്ന അന്ധമായ അങ്ങേയറ്റത്ത് കോൺഫിഡൻസ് പ്രകടിപ്പിച്ച അയാളുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏത് ബൈക്കിലാണോ കവർച്ചയ്ക്ക് പോയത് ആ ബൈക്ക് പോലും മാറ്റി വെക്കാതെ ആ ബൈക്ക് കൊണ്ട് വീട്ടിന് മുറ്റത്ത് വെച്ച് അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വീട്ടിൽ കുടുംബയോഗം നടത്തുകയാണ്. അതെങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റുക ഡോക്ടർ മോഹൻ റോയ്? അല്ല, അതിലേക്കാണ് ഞാൻ എത്തുന്നത്. അതായത് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഏകദേശം ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മോഷണം തന്നെയാണ് നടത്തിയത്. ആ ബൈക്കിൻ്റെ കാര്യത്തിലും ഈ ഷൂവിൻ്റെ കാര്യത്തിലും പറ്റിയ ഒരു തെറ്റ്. ഇനി നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം
കുറച്ചുകൂടി പ്രൊഫഷണലിസം കാണിച്ചുകൊണ്ട് ഈ ബൈക്കിൻ്റെ കാര്യത്തിലും ഷൂവിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു തയ്യാറെടുപ്പ് എടുത്തിരുന്നെങ്കിൽ ഇത്ര എളുപ്പമായിരുന്നു എന്നുള്ളതും ആലോചിക്കണം. പിന്നെ എപ്പോഴും ഒരു കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളി എപ്പോഴും വിചാരിക്കുന്നത് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണ്. അത് കുറ്റകൃത്യത്തിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. കാരണം അവരെല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ പിടിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങളുണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ സുകുമാരക്കുറുപ്പിനെ തേടി അലയുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു കോൺഫിഡൻ്റായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യം പിടിക്കില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ തന്നെയാണ് അവർ ഈ കുറ്റകൃത്യം നടത്തുന്നത്. പക്ഷേ തെളിവുകൾ അവിടെ അവശേഷിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി നമ്മളിത് കണ്ടുകൊണ്ട് ആരെയും പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല, കുറച്ചുകൂടി പ്രൊഫഷണലിസം കാണിച്ചിരുന്നെങ്കിൽ പോലീസിന് ഈ വഴി കുറച്ചുകൂടി ദുർഘടമാകുമായിരുന്നേനെ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ആ പ്രൊഫഷണൽ നേച്ചർ ഞാൻ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആ ബാങ്കിലെത്തുകയും ആ പരിസരമൊക്കെ വീക്ഷിക്കുകയും വളരെ കൃത്യമായ ആസൂത്രണം നടത്തി അങ്ങ് തന്നെ സൂചിപ്പിച്ച ഇത്രയും തിരക്കുള്ള ഒരു നഗരത്തിലെ ഒഴിഞ്ഞ ഒരു കോണിൽ വന്ന് ഇത്രയും ചെയ്യാനുള്ള ഒരു പരിശീലനവും അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്കും അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. യെസ്, ഞാൻ അങ്ങനെ എത്താം.